എന്നിട്ടത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റാ ഫേസ് സ്പ്ലാഷ്. ഫേസ് സ്പ്ലാഷാ? ഇത് തേച്ചാണ്ടല്ലോ നിങ്ങൾ ഐശ്വര്യറായി. സത്യം, മുഖത്തുള്ള കംപ്ലീറ്റ് ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ പോയിട്ട് നിങ്ങൾ സുന്ദരിയായിട്ട് വരും. ആഹാ, അപ്പൊ ഞാനിപ്പോ സുന്ദരി അല്ലാന്നാണോ മാഷ് പറയണേ? ആര് പറഞ്ഞു സുന്ദരി അല്ലാന്ന്? ഇത് തേച്ചാല് നിങ്ങളൊരു പടി കൂടി സൗന്ദര്യം കൂടും. അതാ പറയണത്. വേണ്ട മാഷ്, വേണമെങ്കിലേ ഞാൻ ഷോപ്പിൽ വന്ന് വാങ്ങിച്ചോളാം. ക്ലാസ്സിൽ ഞാൻ പ്ലസ് ടുവിലും 10ാം ക്ലാസ്സിലെ പിള്ളേർ തമ്മിൽ പൊരിഞ്ഞടി. എവിടുന്ന്? ഗ്രൗണ്ടില്. എന്ത് കാര്യത്തിന്? കാര്യം എന്താണെന്ന് അറിയില്ല. മാഷ് വാ. ഇങ്ങളെ തല്ലിപ്പിടി തീർക്കലല്ല നമ്മളെ പണി. എടാ, ഇങ്ങളൊക്കെ സ്കൂളിൽ വരുന്ന എന്തിനാന്ന് നിങ്ങൾക്ക് പഠിക്കാനാ? നമ്മള് മാസമാര് പഠിപ്പിക്കാനും. നീ ചെന്നേടാ, നീ ക്ലാസ്സിൽ പോയിരുന്നേ. ഞാൻ തല്ലിമ്പിടിയിലേക്കൊന്നും പോണ്ടോ. അന്റെ ക്ലാസ്സിൽ പോയി കുത്തിരുന്നോ? ചെല്ലേ ഓടിക്കോ. അല്ല പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം മാസന്മാരാകുമ്പോ. പഠിപ്പിക്കണോ, കുട്ടികളെ തല്ലിമ്പിടി തീർക്കണോ, ഇത് വിൽക്കണോ? അല്ല നിങ്ങൾക്ക് എന്നിട്ടൊന്നും വേണ്ട. വേണ്ട മാഷ്. ശരി ശരി. എല്ലാവർക്കും വേണ്ടന്റെ അയക്കണം നമ്മളെ സാധനം. എന്താ ഇവിടെ വന്നിരിക്കണേ? ഇവിടൊക്കെ ആകെ ചപ്പും ചവറുമല്ലേ, വല്ല പാമ്പുതലും കാണും. ഞാൻ ചുമ്മാ വന്നിരുന്നേ മാഷെ. ചുമ്മാ എന്തിനാ ഇവിടെ വന്നിരിക്കണത്? എന്റെ കൂട്ടുകാരൊക്കെ അവിടെ? അവരൊക്കെ ക്ലാസ്സിലുണ്ട്. ക്ലാസ്സിലുണ്ട്. എന്താ പ്രശ്നം? ഒന്നുമില്ല മാഷെ. നീ കൂട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കി? ഇല്ല. പിന്നെ എന്താടാ നിനക്ക്? എന്താ പറ, എന്താണ് പറയടാ. അമ്മയ്ക്ക് സുഖമില്ല മാഷെ. എന്താ അമ്മയ്ക്ക്? കൊറേ നാളെ അസുഖം. അപ്പൊ ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല. അതെന്താ ഡോക്ടറെ കാണിക്കാത്തത്? പൈസ ഇല്ല മാഷെ. നീ ഒരു കാര്യം ചെയ്യ്, ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വാ കേട്ടാ. അപ്പൊ മാഷ് കുറച്ച് പൈസ തരാം. എന്നിട്ട് അത് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് നാളെ തന്നെ ഡോക്ടറെ പോയിട്ട് കാണാൻ വേണ്ടി പറയും. അത് വേണ്ട മാഷെ. അതെന്താ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല കേട്ടാ. പിന്നെ നീ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചില്ലേ? എന്നാ ഗോപാലേട്ടന്റെ കടയിൽ പോയിട്ട് ഊണ് കഴിച്ചോ. മാഷ് കൊണ്ട് വരണ്ടെന്ന് പറ, പൈസ കൊടുത്തോളാം കേട്ടാ. പോയിട്ട് ഭക്ഷണം കഴിക്കടാ. പിന്നെ വേറൊരു കാര്യം, നമ്മളെ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട കേട്ടാ. നീ നോക്കോ. 10ാം ക്ലാസ്സിലെ പ്ലസ് ടുവിലെ പിള്ളേർ അവിടെ പൊരിഞ്ഞടിയാ. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അറിയില്ല. മാഷ് അങ്ങോട്ട് വാ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എവിടെ? ആ ഗ്രൗണ്ടിലുണ്ട്. മറക്കേ. എന്തത്? എന്താ പക്ഷേ എന്താ മീറ്റിംഗ് തുടങ്ങാൻ പോവാണ്. ആരംഭിക്കാം. നമ്മളൊരു അടിയന്തരമായി ഒരു PTA മീറ്റിംഗ് ഇവിടെ വിളിച്ചിട്ടുള്ളതിൻ്റെ കാര്യവും ഗൗരവവും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇത്രയും കാലം ചരിത്രമുള്ള നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു വിവാദം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വളരെ മികച്ച അധ്യാപകരും മാതൃകയാക്കാവുന്ന കുട്ടികളുമൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിവാദം, നിസ്സാര കാര്യത്തിൻ്റെ പേരിലുള്ള ഒരു വിവാദം. അത് ചർച്ച ചെയ്യുന്നതിനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികൾ തമ്മിലുണ്ടായ ചെറിയ ഒരു കശപിശ, അവർ തമ്മിലുണ്ടായ ഒരു വഴക്കിൽ ഒരു ശാസന എന്നോണം നമ്മുടെ സത്യൻ സാറ് ഇടപെട്ടതാണ്
ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൗരവപരമായ ഒരു ചർച്ച ഉണ്ടാകാനും വിവാദം ഉണ്ടാകാനും കാരണം? അതെ, ലളിത മാഷ്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഇതെന്താണ്? ഞാൻ സ്നേഹമുള്ളവരെ, ഈ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. കുട്ടികൾ ആരാണ്, എന്താണ്? നമ്മുടെ വിദ്യാലയത്തിലെ പൂമ്പാറ്റകളാണ് കുട്ടികൾ. അവര് ഇങ്ങനെ ഈ വിദ്യാലയ അങ്കണത്തില് പാറി പറന്ന് തേൻ കുടിക്കാൻ നടക്കുന്നതിന്റെ ഇടയിൽ എന്തൊക്കെയോ ചെറിയൊരു സ്നേഹ സംഭാഷണങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഒരു കൊച്ചു കൊച്ചു തമാശകൾ. അല്ല സാറേ, ഇത് ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പൊ കുട്ടികൾക്ക് തേൻ കൊടുക്കുന്നുണ്ടോ? അല്ല വേറെ ഇത് പറയാണ്ട്, എന്റെ കുട്ടിക്ക് ഒരു ദിവസം ഒരു ഇത്തിരി നേരം വൈകി പറഞ്ഞിട്ട് ഉച്ചകഞ്ഞി കൊടുത്തില്ല. അതല്ല ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ അത് നമുക്ക് പിന്നെ പറയല്ല, അതും കാര്യം അറിയാതെ സംസാരിക്കുകയാണ്. എന്ത് അല്ല, കുട്ടികളെ തല്ലി എന്ന് പറയുന്നത് കാര്യം അറിയേണ്ട നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഗുണ്ടായിസം കാണിക്കാനല്ല ഇവിടുന്ന് ശമ്പളം തരുന്നത്. ഞാൻ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത്? മാഷൊന്നും ഞാൻ നോക്കൂല. എന്റെ കുട്ടിയുടെ കാല് കണ്ടാൽ മതിയായിരുന്നല്ലോ. ആ ചെറുക്കനെ ഞാൻ വളർത്തിയത് നിങ്ങൾക്ക് തല്ലി കൊല്ലാനൊന്നുമല്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ഈ മൊബൈലിലുണ്ട്. എവിടെ വേണമെങ്കിലും കോടതിയിൽ വേണമെങ്കിലും കൊണ്ടേ കാണിക്കും. ഞാൻ ഒന്ന് സംസാരിക്കാതിരിക്കാൻ പറഞ്ഞാൽ ഈ ഫോട്ടോ ഞാൻ വേണേ കോടതിയിൽ കൊണ്ടുപോയി എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല സാറേ. ഈ വിദ്യാലയത്തിലെ ചില അധ്യാപകരുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ സംഭവിച്ചു. അതിനെ അങ്ങനെ സംഭവിക്കരുത്. അത് പരിഹരിക്കാനാണല്ലോ നമ്മൾ ഈ PTA കൂടിയിട്ടുള്ളത്. സത്യശീലൻ മാഷ അതേ സ്വഭാവം തന്നെ നിങ്ങൾ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? അങ്ങനെ ആവേശത്തിൽ എടുത്തു ചാടരുത്, ചിന്തിക്കണം. ആവേശമല്ല സാറേ, എനിക്ക് ദണ്ണുണ്ടാവും. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടിയാണ്. നിങ്ങൾ മാതാപിതാക്കൾക്ക് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷമം ഉണ്ടാവും എന്നറിയാം. സുഗതമാഷേ, ഈ സ്ത്രീ മണ്ടോദരി അവരൊരു മാന്യമായതുകൊണ്ട് അവർ ഇത്രയും സംസ്കാരത്തോടു കൂടി സംസാരിച്ചു. പക്ഷെ എന്റെ കുഞ്ഞിനെങ്ങാനുമാണ് ഈ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഈ മാഷിനെ ഞാൻ കാലാവാരി ഭിത്തിയിൽ അടിച്ചത്. എന്ത് വർത്താനമാണ് പ്രസിഡന്റ് ഈ പറയണ? അത് ഈ സ്കൂളിൽ ഒരു അധ്യാപകനാണത്. അധ്യാപകൻ ഒന്നാമത്തെ ഈ ജാതി സംസ്കാരമില്ലാത്ത ചങ്ങായികളൊക്കെ പ്രസിഡന്റ് സ്ഥാനത്ത് പിടിച്ചിരിച്ചിട്ട് എന്നാ നീ ഇവിടെ ഇരിക്കണേ. ഏടാ ചങ്ങായി ഏടാ പോടാന്നും പറയരുത്. സ്കൂളാണിത്. ഞാൻ 100 വട്ടം പറഞ്ഞ കുട്ടികളുടെ അടുത്ത് ഇന്നെ പ്രസിഡന്റ് ആയിക്കോളേം ഒരൊറ്റണം കേട്ടില്ല വന്നിരുന്നു. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ മീറ്റിംഗ് അല്ലല്ലോ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അതെ ടീച്ചറെ, നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഇപ്പൊ ക്ഷമിക്കുക. നമ്മുടെ വിദ്യാലയത്തിലെ ഒരു തെറ്റും ചെയ്യാത്ത വിദ്യാർത്ഥികളെ സത്യശീലൻ മാഷ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പൊതുവെയുള്ള വികാരം. അതിനു മുമ്പ് സത്യശീലൻ മാഷക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി ഒന്ന് കേൾക്കണം. അയാൾ ഇനി ഒന്നും പറയണ്ട. എന്താ മാഷ് ഇങ്ങനെ? ചെങ്ങായി എന്നോടല്ലേ പറഞ്ഞ അയാളും ഇയാളെന്ന് പറയരുതെന്ന്? അത് മാഷല്ലേ വെറുതെ. താൻ ചുമരിടാം. അല്ല, ഒരു വിഷയം ഉണ്ടായാൽ നമ്മൾ രണ്ട് ഭാഗവും കേൾക്കണമല്ലോ. സാറ് പറ. അതാ പറഞ്ഞേ, സാറ് പറഞ്ഞോളൂ, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നിങ്ങൾക്ക് പറയാനും കൂടി കേൾക്കണല്ലോ. പറയും. പ്രിയമുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ ഞാൻ അകാരണമായിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് ഇപ്പൊ എന്റെ പേരിൽ വന്നിട്ടുള്ള പരാതി. കുട്ടികളെ ഞാൻ മർദ്ദിച്ചു എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഞാൻ ചൂരലുകൊണ്ടാണ് കുട്ടികളെ മർദ്ദിച്ചത്. ഈ മർദ്ദിച്ചു എന്ന് പറയുന്നത് തന്നെ ഇതാ കുട്ടികളുടെ അരയ്ക്കുന്ന താഴെയുള്ള ഭാഗത്തേക്ക് മാത്രമേ ഞാൻ അടിച്ചിട്ടുള്ളൂ. അത് അടിക്കാൻ എന്താണ് ഉണ്ടായിട്ടുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. ആ കാരണം എന്താന്നുള്ളത് ഒരാളും അന്വേഷിച്ചിട്ടില്ലല്ലോ. എന്തോ ഞങ്ങൾക്ക് ജാതി വർത്താനം പറയാനായിട്ട് അങ്ങോട്ട് തല്ലി അങ്ങോട്ട് നമ്പറാക്കിയിട്ട് പിന്നെ ഇപ്പൊ ഞാൻ അടിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നും പറയാക്കണ്ട. അല്ലല്ല, ഞാൻ എനിക്ക് പറയാനുള്ള ഞാൻ പറയട്ടെ. ഈ സ്കൂളിൽ വേറെ അധ്യാപകരുണ്ടായിരുന്നല്ലോ. ആർക്കെങ്കിലും പോയിട്ട് ആ കുട്ടികളെ പിരിച്ചുവിടായിരുന്നു. എന്തായാലും ചെയ്യാതിരുന്നത്? അല്ല, ഞങ്ങളാരും അതിനെ കുറിച്ച് അറിഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ അറിഞ്ഞാലും അവരാരും ഇടപെടില്ല. കാരണം അവർക്ക് വിവരമുണ്ട്. കുട്ടികളെ തല്ലാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അത് തനിക്ക് അറിഞ്ഞുകൂടാത്തത് അവരുടെ കുറ്റമല്ല. തെറ്റ് ചെയ്ത കുട്ടികളെ അരക്ക് താഴെ തല്ലാനുള്ള അധികാരം ഗുരുനാഥന്മാർക്കുണ്ട്. അത് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ. നിങ്ങൾ ഈ ഗുരുകുലപച്ചം കളിക്കാണ്ട് കാര്യം എന്താ വെച്ചാ തീരുമാനിക്കുന്നേ. ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ വേണ്ടാച്ചാ വേണ്ട തന്നെ. അല്ലെന്ന് പുള്ളി പറയട്ടെ, പറഞ്ഞു തീർക്ക്. സാറ് പറഞ്ഞു തീർക്ക്. ഇനിയും പറയാനുണ്ടോ? അതെ, കുട്ടികളെ മർദ്ദിച്ചു എന്നല്ല നിങ്ങൾ പറയണത്. ഞാൻ ഏത് രീതിയിലാണ് മർദ്ദിച്ചത് എന്നുള്ളതിന് സാക്ഷിയുണ്ട് ഇവിടെ. ഉണ്ണിയെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇനി എല്ലാവരും നിശബ്ദനായിരിക്കട്ടെ. എന്താ സംഭവിച്ചതെന്ന് ഉണ്ണി പറയും. എന്താ ഉണ്ണി ഉണ്ടായി പറഞ്ഞേ? സത്യമാഷ് പറഞ്ഞത് 100% സത്യമാണ്. ഇതാ കണ്ട, ഈ സംഭവം നേരിട്ട് കണ്ട് വീഡിയോയിൽ പകർത്തിയ ഒരാളാണ് ഞാൻ. പുള്ളമാരിങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സത്യമാഷ് ക്ലാസ് പോയിന്ന് ഒരു ചൂരിലെടുത്തിട്ട് വരുന്നുണ്ട്. ഒരു കാരണമില്ലാണ്ട് തലങ്ങും വിലങ്ങും തല്ലി ചതക്കാതെ കുഞ്ഞള.
സത്യം മാഷ തോക്കാന്ന് എല്ലാരും വെടിവെച്ച് വന്നേനെ ബാക്കി എന്താണ് അല്ല ഇപ്പൊ ഇത് പറയാനോ ആനങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിച്ചത് ഏറെ ചെങ്ങായി ഒരു മാസം കുട്ടികളെ ഇങ്ങനെ തല്ലി തമ്പോറാക്കുമ്പോ അത് പിടിച്ചു മാറ്റാൻ തിരിച്ചു ഫോട്ടോ എടുക്കാൻ നിൽക്കായിരുന്നു. അല്ല നിങ്ങളെ അതൊന്നും പറഞ്ഞ സമയങ്ങളുടെ കാര്യമില്ല. എന്റെ ചെറുക്കനെ അടിച്ച ഈ മാഷ് ഇനി ഈ സ്കൂളിലുണ്ടെങ്കില് എന്റെ മോനെ ഞാൻ ഇങ്ങോട്ട് വിടൂലേ. അതെ മാഷെ, ഞാനും പറയാണ് ഈ മാഷിനെതിരെ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ എന്റെ 10 കുട്ടികളെ ടി.സി. മേടിച്ച് ഞാനും പോകും. എന്റെ 10 കുട്ടികൾ പഠിക്കണ്ടോ എന്റെ കുടുംബത്തിലെടോ. അതെ സ്കൂൾ ഇങ്ങനെ ആയി. നമുക്കിനി ചർച്ച വേണ്ട, മാഷിരിക്കും. അല്ല, ഞാൻ എനിക്ക് പറയാനുള്ള മുഴുവൻ പറയാം. ഇയാളെ പറഞ്ഞിടത്തോളം മതി അവിടെ ഇരിക്കുകയാണ്. അതെ, ഒരു 5 മിനിറ്റ് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും, നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. ഒരു തീരുമാനമില്ല സാറേ, അയാൾ ഇവിടുന്ന് പുറത്താക്കണം. ശരി, അയാൾ ഇനി ഇവിടെ പറ്റൂല. നമ്മൾ മീറ്റിംഗ് നിങ്ങൾ അതെ സാറേ. അതെ, നമ്മളുടെ ഈ യോഗത്തിൽ ഉയർന്നു വന്ന ചർച്ചകളുടെയും പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലും സത്യശീലൻ സാറ് നിർദ്ദേശിച്ച സാക്ഷി ഉണ്ണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും നമ്മൾ ഇന്നിവിടെ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറ് നിങ്ങളോട് പറയും. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അധ്യാപകരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് സത്യശീലിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഒരു വീഴ്ചയാണ്. ഇനി മുതൽ അത്തരത്തിലൊരു സംഭവം ഈ വിദ്യാലയത്തിൽ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയും അത്തരത്തിലൊരു സംഭവം ചെയ്തതിന് ഒരു ചെറിയ ശിക്ഷ എന്ന നിലയ്ക്കും അന്വേഷണ വിധേയമായി സത്യശീലൻ മാഷെ 1 മാസത്തേക്ക് ഈ വിദ്യാലയത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. സാറേ, ഉണ്ണി ഇത് എവിടെയായിരുന്നു? ഞാൻ പുല്ലൂരിക്കാൻ പോയി മതിലിന്റെ അടുത്തില്ലേ? പുല്ല് പറിക്കാൻ? കണ്ട പശുവിനെ നോക്കണോന് എരുമേനെ നോക്കണോനൊക്കെ പിടിച്ചിട്ട് പിയൂണാക്കി കഴിഞ്ഞാൽ ഇതല്ല അതിന്റെ അപ്പുറം ഉണ്ടാവും. ഇവിടെ ജോലി സമയത്താണോ ഗ്രൗണ്ടിൽ നിന്ന് പുല്ലൊക്കെ പറിച്ച് പശുവിനെ കൊണ്ടു കൊടുക്കണേ? സാറേ, എന്റെ വീട്ടിലേക്ക് പുല്ലൂരിക്കാൻ പോയതല്ല. പിന്നെ നമ്മളെ ബോട്ട് ടീച്ചർക്ക് എന്തോ പരീക്ഷണാർത്ഥം എന്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പുല്ലും പിന്നെ കുറുന്തോട്ടിയും. കുറുന്തോട്ടിയില്ലേ? കുറുന്തോട്ടി സാറ് കണ്ടിട്ടേ? കുറുന്തോട്ടി എന്നാ എനിക്ക് കുറുന്തോട്ടി നോക്കലല്ലേ പണി. എന്റെ ഉണ്ണി ഞാൻ ഇപ്പൊ എന്തിനു തന്നെ വിളിപ്പിച്ചത് അറിയാം സാറേ? ആ സുമേഷ് ഏട്ടനെ സ്റ്റോർ റൂമിന്റെ മുമ്പിൽ എത്ര നേരം തന്നെ കാത്തുക്കണെന്ന് അറിയോ? നിന്നോട്ടല്ലോ. എങ്ങനെ നിന്നോട്ട്? അങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ? ഇന്ന് എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മുട്ടയും എണ്ണയും അരി നീ എടുത്തു കൊടുക്കണം. അത് ഞാൻ കൊടുക്കും സാറേ. ഇത് സുമേഷ് ഏട്ടനെ നേരിട്ട് എടുക്കണോണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. അതപ്പോ കുട്ടികൾക്ക് കിട്ടില്ല, വേറെ എവിടെയെങ്കിലും എത്തും. അതുകൊണ്ടാ എന്നാ ചെന്ന് എടുത്തു കൊടുക്ക്. ശരി സാറേ. സാറേ, നമ്മളെ കുട്ടികൾക്ക് 2 മുട്ട കൊടുക്കേണ്ടി വരും ദിവസം. എന്തിന് സാറേ? ഇപ്പം കോഴി ഇടുന്ന മുട്ട വളരെ ചെറുത്, അപ്പൊ 2 കൊടുക്കുമ്പോ 1ന്റെ പവർ ആവും. അയ്യോ, നമുക്ക് കണക്കല്ലേ ഉണ്ണി, ഒന്നും ചെയ്യാൻ പറ്റില്ല. നീച്ചല്ലേ സത്യമാഷ്. മാഷേ, വെള്ളം വേണ കുടിക്കാൻ? വെള്ളമൊന്നും വേണ്ടപ്പോ, വെള്ളത്തെ ഒരുപാട് കുടിച്ചല്ലോ. എത്ര പെട്ടെന്നല്ലേ 1 മാസം കഴിഞ്ഞ്. ജോയിൻ ചെയ്യണ്ടോ? ജോയിൻ ചെയ്യണം. പിന്നെ മാഷേ, ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒരു കണക്കിനാണ് ഞാൻ മണ്ടോദരയുടെയും മന്മഥന്റെയും കാലും അടിയും പിടിച്ചിട്ട് ഇനി കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് എഴുതി മേടിച്ചിട്ട് ഈ സസ്പെൻഷൻ പിൻവലിച്ചത് അറിയാലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, അവരെവിടെ പോകുന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ വരിക, കുട്ടികളെ പഠിപ്പിക്കുക, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക. മാഷെ, കുട്ടികൾ അടിപിടി കൂടുന്നത് കാണുമ്പോ നമ്മൾ തന്നെയല്ലേ ഇടപെടേണ്ടത്? എന്തിനെ മാഷേ? ഇപ്പൊ സസ്പെൻഷനേ ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സസ്പെൻഷനിൽ നിൽക്കില്ല. എന്തിനാ നമ്മൾ വെറുതെ വേണ്ടാത്ത വണ്ടി വലിക്കും പോണത്? ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക. പറഞ്ഞു മനസ്സിലായി? അങ്ങനെ ആവട്ടെ മാഷെ. എന്നാ ഐശ്വര്യമായിട്ടോ. ഇനിയിപ്പോ എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല.
വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു, അവരെവിടെ പോകുന്നു എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ വരിക, കുട്ടികളെ പഠിപ്പിക്കുക, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക.